നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള മാധ്യമമാണ് നാടകം. ഈ നാടകത്തിൽ നായകനില്ല, നായികയില്ല, ഒരു സംഘം ഒരു കൂട്ടം ആളുകളുടെ പലരുടെയും ജീവിതകഥകൾ കോർത്തിണക്കിക്കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അത് അവരിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരിതകർമ്മസേനക്കാർ 50 രൂപ പ്ലാസ്റ്റിക്കിന് ചോദിക്കാൻ വരുമ്പം നിങ്ങൾക്കൊരു ഈർഷ്യ ഉണ്ടാവാറില്ലേ? സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾ വലിയ പ്രബുദ്ധരാണെന്നൊക്കെ പറയാം, പക്ഷേ എങ്കിൽ കൂടി ഒരു ക്ലീനിങ് തൊഴിലാളിയെ പൊതുസമൂഹം കാണുന്നത് മറ്റൊരു രൂപത്തിലാണിന്ന്. ആരെങ്കിലും എന്നെ ജോലിക്ക് വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ, നാട്ടുപണിക്കാരനാണ് ഞാൻ, ജോലിക്ക് വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും നാടകത്തിന് പോയത്, നാടകമില്ലെങ്കിലും നാടകത്തിന് പോയത്. പക്ഷേ ഞാനിവിടെ കാണും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അടൂർ മാനസ് എന്ന നാടകസമിതിയുടെ നാടക ക്യാമ്പിലാണ്. ഈ വർഷത്തെ ഇവരുടെ പുതിയ നാടകത്തിൻ്റെ വിശേഷങ്ങളും ഇവരുടെ അഭിനേതാക്കളുടെ വിശേഷങ്ങളും നമുക്കൊന്ന് ചോദിച്ചറിയാം. എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഹായ്. നമസ്കാരം. എല്ലാവരും സിനിമയിലേക്ക് സീരിയലിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഒരു നാടകം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? കുട്ടിക്കാലം മുതൽ നാടകം ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ നാടകങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ അത്ര കൂടുതലൊന്നുമില്ല. അമർച്ചർ പ്രൊഫഷണലും ഒക്കെ കണ്ട് നാടകത്തിൻ്റെ ഒരു ലൈഫ്, കാരണം കുറേയേറെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിന് തിരിച്ചന്തരം തന്നെ റിപ്ലൈ കിട്ടുന്ന ഒരു മാധ്യമമായതിൻ്റെ പേരിൽ മാത്രം നാടകത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു നാടക സമിതി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് തുടങ്ങി. ഈ സുഹൃത്തുക്കളെല്ലാം ഈ നാടക സമിതിയുടെ ഭാഗമാണ്. ഒരാൾ മാത്രമുള്ള ഒരു നിർമ്മാണ പങ്കാളിത്തമില്ലാതെ സംവിധായകനും നടന്മാരും ടെക്നീഷ്യന്മാരും ചേർന്ന് ഒരു നല്ല നാടക സമിതി തുടങ്ങണം എന്നൊരാഗ്രഹവും ഞങ്ങൾ സുഹൃത്തുക്കളോട് പങ്കുവച്ചു. ഞങ്ങൾക്ക് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിനെ കിട്ടി. കാർത്തികേയൻ വലപ്പാട്. ഡാൻസ്, സംവിധാനം, രംഗപടം, ശബ്ദ നിയന്ത്രണം, വെളിച്ച സംവിധാനം ഒക്കെ കിട്ടിയ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയപ്പോൾ ഞങ്ങളവിടെ കൂടി തീരുമാനിച്ചു, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു സമിതി തുടങ്ങിക്കൂടാ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ഒരു നാടക സമിതി രൂപീകരിച്ചു. ഇപ്പോൾ ഫൈനൽ മിക്സിങ്ങിലേക്ക് പോകുന്നു. നന്നായി പോകുന്നു. നല്ല അഭിപ്രായം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും ഈ വർഷം ഒക്ടോബർ 1 മുതൽ ഞങ്ങളും നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. നാടകത്തിൻ്റെ സംവിധായകനാണ്. ശരിക്കും പേര്? കാർത്തികൻ വലപ്പാടെന്ന്. എന്താണ് ഈ വലപ്പാട്? വലപ്പാട് എൻ്റെ നാടാണ്. തൃശ്ശൂർ ജില്ലയിൽ വലപ്പാട്. നാടകത്തിൻ്റെ എത്ര വർഷം, എത്രാമത്തെ നാടകമാണ് സംവിധാനം ചെയ്തത്? നാടകം സംവിധാനം, ഞാൻ മെയിനായിട്ട് അഭിനയമാണ് എൻ്റെ തൊഴിൽ. പക്ഷേ അതിനിടയ്ക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ കിട്ടാറുണ്ട് നാടകം ചെയ്യാൻ. അങ്ങനെ ആദ്യം ചെയ്ത നാടകം അച്ഛൻ്റെ പൊന്നുമക്കൾ നാടകത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ മുത്തച്ഛൻ്റെ പൊന്നുമോനാണ് ഞാൻ ആദ്യം ചെയ്ത നാടകം. അതും എൻ്റെ പേര് വെച്ചല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നു. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള മാധ്യമമാണ് നാടകം. ആളുകളുമായിട്ട് നേരിട്ട് സംവദിക്കുക. അതിന് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് ഈ നാടകം മുന്നോട്ട് പോയിക്കൊണ്ടാകും. അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടി. എന്തായിരിക്കും ഈ നാടകത്തിൻ്റെ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ശുചീകരണം, നമ്മുടെ ശുചിത്വം, കേരളം സുന്ദര കേരളം ആണല്ലോ. അതിലേക്ക് ഉള്ള സർക്കാരിൻ്റെ ഒരു റൂട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാ നാടകങ്ങളും ഒരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. അതാണ് അങ്ങനെയാണല്ലോ മെയിൻ മെസ്സേജ്. ഇത് ഒരു നിർദ്ദേശം കൊടുക്കുകയാണോ അതോ നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണോ? എന്താണ് ഈ നാടകത്തിൽ അഭിപ്രായം തന്നെ? പക്ഷെ അത് ഇതിലൂടെ കുറേ ജീവിതങ്ങൾ നമ്മൾ കാണിക്കുന്നത്. ഇത് ഒരു ഒറ്റയാൾ നാടകമാണോ അത് അങ്ങനൊന്നുമല്ല. ഈ നാടകത്തിൽ നായകനില്ല, നായികയില്ല, ഒരു സംഘം ഒരു കൂട്ടം ആളുകളുടെ പലരുടെയും ജീവിതകഥകൾ കോർത്തിണക്കിക്കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അത് അവരിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമിതിയുടെ ഒരു ലീഡറുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു സിനിമാക്കാരൻ നാടകത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളത് ഒരു സംഭവമാണ് ഉള്ളത്. നല്ല നല്ല പടങ്ങളിൽ അസോസിയേറ്റായിട്ടും പടങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം.
പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ ആരും അത്ര വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ഈ ജോയിച്ചേട്ടൻ അതുപോലെ മുരളിച്ചേട്ടനൊക്കെ അത്യാവശ്യം നാടകം കളിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ ഒക്കെ നാടകം എന്താണെന്നറിയാത്ത പുതിയ ആളുകളെ വെച്ച് നമ്മൾ നാടകം ചെയ്യണത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് പണി കുറവാണ് എന്ന് വെച്ചാൽ നമുക്ക് കയറിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ നാടകമായിട്ട് മാറും. ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ശരീര ഭാഷ, അവരുടെ സംസാര രീതി, അവരുടെ ചലനങ്ങൾ അത് വെച്ച് അവരെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള അവരെ കഥാപാത്രങ്ങളാക്കി മാറ്റാണ്. എളുപ്പമാണ് ടെക്നിക്കാണ്. അത് എത്രത്തോളം ആവുന്ന എന്തായാലും മറ്റുള്ള നാടകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. ഇവരുടെ സാധാരണ നമ്മൾ കാണുന്ന നാടകത്തിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു സാധാരണക്കാരുടെ ഒരു ചലനങ്ങളും സംസാര രീതിയും അങ്ങനെയാണ് നമ്മൾ ഈ നാടകത്തിൽ നാടകത്തിൽ എങ്ങനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുക്കാവുന്നു അത്രയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി അധികം സമയം നമുക്ക് റിഹേഴ്സലിന് വേണ്ടി വന്നു. പക്ഷെ അതിനുള്ള റിസൾട്ട് ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിനിമ പോലെയല്ല നാടകം. ഒരു നാടകം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഈ എഴുതുന്ന സ്ക്രിപ്റ്റ് സിനിമയിൽ നമുക്ക് കട്ട് ഷോട്ടുകൾ എടുക്കാം, സമയം എടുത്ത് ചെയ്യാം. 1 മാസം എടുത്തായിരിക്കും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു നാടകം എന്ന് പറയുമ്പോൾ ഈ 1.5-2 മണിക്കൂറിനുള്ളിൽ വേദിയിൽ അവതരിപ്പിച്ച് കഴിയണം. അന്നേരം തന്നെ ഇതിൻ്റെ മറുപടി പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതെ അതെ, അത്രത്തോളം സക്സസ് ആക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണല്ലേ? അതെ, അത് ഞാനൊരു സംവിധായകനായിട്ടല്ല ഈ നാടകം ചെയ്തിട്ടുള്ളത്. പുറത്ത് പറമ്പിലിരുന്ന് കണ്ട് സാധാരണക്കാരൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ നാടകം ചെയ്തിട്ടുള്ളത്. അവരെന്താണോ ഒരു സാധാരണ ആൾ നാടകം കാണാൻ വന്നിരിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട്, അവരെന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, എന്താഗ്രഹിക്കുന്നു, അതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയണം നാടകത്തിൽ. അത് വളരെ ലളിതമായിട്ട് ഈ നാടകത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കൃത്യമായിട്ട് തന്നെ എൻ്റെ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ പ്രൊഡ്യൂസറായാലും എല്ലാവരും ടെക്നീഷ്യന്മാരെല്ലാം ഈ പുടിയൻ ചേട്ടനടക്കം ഭയങ്കര ആവേശത്തിലാണ് ഈ നാടകം. ഇതിനകത്ത് പല പ്രായത്തിലുള്ള ആൾക്കാർ കണ്ടു. പുടിയൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, 10-40 വർഷത്തോളമായിട്ട് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? കാരണം സീനിയറാണ്. പൊടിയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നാടകത്തിലിറങ്ങിയ ആളാണ്. പിന്നെ അവരോട് നമുക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. ഒരു നാടകം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രംഗപടം പ്രധാനമാണ്. ഇതിൻ്റെ രംഗപടം ഈ രംഗപടം നമ്മൾ സാധാരണ സുജാത മാഷും അതുപോലെ തന്നെ കടമ്പേരി മാഷൊക്കെയാണ് ഈ രംഗത്ത് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ചെറിയൊരു സെറ്റപ്പായ കാരണം രച്ചുസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരാൾ നമ്മൾ ഈ രംഗപടത്തിലേക്ക് നമ്മൾ പുതിയൊരു ആളെ നമ്മൾ മാനസ മലയാള നാടകവേദിക്ക് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ട ഓരോ പ്രോപ്പർട്ടികൾ അത് അധികമൊന്നുമില്ലെങ്കിലും ഉള്ളത് നല്ല വളരെ മനോഹരമായിട്ട് ചെയ്യാൻ അതിൻ്റെ ആ രംഗത്ത് പ്രഗത്ഭമായിട്ടുള്ള മുരളി ചത്തിയറ എന്നുള്ള അദ്ദേഹമാണത് നന്നായി വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളുടെ റിഹേഴ്സൽ നടക്കുമായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു ടൈറ്റിൽ സോങ് കണ്ടു. ആരാണ് ഇതിൻ്റെ സംഗീതം, ആരാണ് വരികൾ എഴുതിയത്? അതിൻ്റെ വിവരം കൂടെ പറയാമോ? ഇതിൻ്റെ എല്ലാ വരികളും എഴുതിയിട്ടുള്ളത് ചെമ്പഴന്തി ചന്ദ്രബാബു എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്, കവിയാണ്. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം എല്ലാ സമിതികളും ഏത് സമിതി അനുസരിച്ചാലും ചന്ദ്രബാബുവിൻ്റെ പേര്, ചെമ്പഴന്തി ചന്ദ്രബാബുവിൻ്റെ പേര് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അതുപോലെ ആ ഈ ഇതിൻ്റെ നാടകത്തിലും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സംഭവമാണ് മ്യൂസിക് എന്ന് വെച്ചാൽ ഈ നഗരക്കാക്കുകൾ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ ഉദ്ദേശിക്കണാലും ഇരട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഗീതത്തിലൂടെ. അത് സംസ്ഥാന അവാർഡ് ജേതാവായ കഴിഞ്ഞ വർഷത്തല്ല 2-3 വർഷമായി അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, കേരളപുരം ശ്രീകുമാർ എന്ന. അതന്നെ നാടകവേദിയിൽ 40 വർഷങ്ങളായോ? അതെ. ഈ നാടകം തുടങ്ങുന്ന കാലത്ത് എത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമായിരുന്നു? അത് അന്ന് 100-150 രൂപ ഒക്കെ ഉള്ളു ശമ്പളം. 150 രൂപ വലിയ ശമ്പളമല്ലേ അന്നത്തെ കാലത്ത്? അന്നത്തെ 150. അന്ന് എനിക്ക് 150 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ടും തൃപ്തികരമായിട്ടും ആരെയും വെറുപ്പിക്കാതെ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശമ്പളം തന്നു. എത്രത്തോളം സമിതികളിൽ കളിച്ചിട്ടുണ്ട്? ഞാൻ ആ ചുറ്റാൻ സമിതിയിൽ കളിച്ചിട്ടുള്ളൂ. പേര് പറയണോ? പിന്നെ ഒച്ചറ നൃത്ത നാടകം സമിതി എന്ന് പറഞ്ഞ കേരളീയ നൃത്ത സംഘം, പിന്നെ
ഓച്ചിറ കലാദർശന, കൊച്ചിൻ ക്ലൗൺസ്, അവിടുന്ന് ചാടി ഓച്ചിറ മഹിമയെ കുറേ നാൾ കളിച്ചു. ഈ കൊറോണ കാരണം അത് നിർത്തിയതിൻ്റെ പിന്നെ അതിന് മുമ്പായിട്ട് കുറേ നിർത്തിയതിൻ്റെ പേര് ഓച്ചിറ കൊല്ലം ഓച്ചിറ ആവിഷ്കാരയിൽ ഉണ്ടായിരുന്നു. കൊറോണ കാരണം അത് നിർത്തിവെച്ചതിൻ്റെ പേര് പിന്നെ തിരുവരങ്ങെന്ന് പറഞ്ഞ സമിതി ഇറക്കി, ഓച്ചിറ തിരുവരങ്ങ്, അതിലായിരുന്നു. പിന്നെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കൊല്ലം ജില്ലയിലെ ഒരുവിധം എല്ലാ സമിതികളിലും നാടകം പോയിട്ടുണ്ട്. ഈ ഒരു നാടക ജീവിതത്തിൽ പോകുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും ജീവിതം? ബാലൻസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നാടകമില്ല സമയത്ത് നാട്ടിലെ പണിക്ക് പോകണം, അതും തുച്ഛമായിരിക്കും. നാടകത്തിന് പോയി കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഞാൻ പറയാം, എൻ്റെ നാട്ടിൽ ആരെങ്കിലും എന്നെ ജോലിക്ക് വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ, നാട്ടുപണിക്കാരനാണ് ഞാൻ, ജോലിക്ക് വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും നാടകത്തിന് പോയെന്ന്. നാടകമില്ലെങ്കിലും നാടകത്തിന് പോയെന്ന് പറയും. പക്ഷേ ഞാനിവിടെ കാണും. അതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് ഒരു നാടക നടനെ സംബന്ധിച്ചിടത്തോളം വേദിയിൽ നിറഞ്ഞാടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതെ. ഈ സമയത്ത് വ്യക്തിപരമായ ഒരു നഷ്ടം വന്നാൽ, വീട്ടിലൊരു മരണം നടന്നാൽ എങ്ങനെ അതിനെ നേരിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? ഉണ്ട്, പറയാം. ഞാൻ തിരുവരങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. കളിക്കുമല്ല, റിഹേഴ്സൽ ഇതുപോലെ ക്യാമ്പിടുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. വിളിച്ചു പറഞ്ഞു, സന്ധ്യയ്ക്ക് പോയി. രാവിലെ 10 മണിയായപ്പോൾ ശകോടൊക്കെ കഴിഞ്ഞു. 12 മണിയായപ്പോൾ ക്യാമ്പി വന്നു. അതായത് എൻ്റെ അമ്മ ചിത കത്തിച്ചു അടയുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ക്യാമ്പി വന്നു. അതാണ് ഒന്ന്. എത്ര വർഷമായി നാടകത്തിൽ? നാടകത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇതിനോടൊരു അഭിനിവേശം തോന്നി. 7ാം ക്ലാസ് തൊട്ട് ജീവിതത്തിൽ നാടകമുണ്ട്. 17ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ പോയി. 18 വർഷം സൈനിക സേവനം ചെയ്തു. അതിനുശേഷം 16 വർഷം ഗൾഫിലായിരുന്നു. അവിടെയും ആ കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെ സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സാംസ്കാരിക സമിതി തന്നെ രൂപീകരിച്ചു. എൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നു. ഏതാണ്ട് 32,000 പേരുള്ള മെമ്പർഷിപ്പോട് കൂടി ജിസാൻ എന്ന സ്ഥലത്ത് ജല എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. കലാപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് തിരിച്ചു വന്നു. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ കല്ലറ എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അതോടൊപ്പം നാടക പ്രവർത്തനവും കൊണ്ടുപോകുന്നു. പിന്നെ ഈ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലോ മലയാള സിനിമയിലോ അത് ഇന്ത്യയിലെ ഒരു ഭാഷകളിലും സിനിമയായാലും നാടകമായാലും സമൂഹത്തിലെ ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് കഥ പറയുന്ന ഒരു നാടകം അതല്ലെങ്കിൽ ഒരു കലാരൂപം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഹൈലൈറ്റ്. അതായത് മഹാത്മജി സ്വപ്നം കണ്ട സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് വെച്ചാൽ കേരളത്തിൽ അതിൻ്റെ പേര് ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന വലിയ ആശയവുമായി ശുചിത്വ മിഷനൊക്കെ ഉണ്ട്. അതിനുവേണ്ടി സർക്കാർ തലത്തിലും NGO തലത്തിലും നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. അതെങ്കും അത് എത്തേണ്ടതായ രീതികളിൽ എത്താത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ മാഷിൻ്റെ വീട്ടിലായാലും ഹരിതകർമ്മസേനക്കാർ 50 രൂപ പ്ലാസ്റ്റിക്കിന് ചോദിക്കാൻ വരുമ്പം നിങ്ങൾക്കൊരു ഈർഷ്യ ഉണ്ടാവാറില്ലേ? അതുപോലെ തന്നെ സമൂഹത്തിൽ ഇപ്പോഴും നമ്മൾ വലിയ പ്രബുദ്ധരാണെന്നൊക്കെ പറയാം. പക്ഷേ എങ്കിൽ കൂടി ഒരു ക്ലീനിങ് തൊഴിലാളിയെ പൊതുസമൂഹം കാണുന്നത് മറ്റൊരു രൂപത്തിലാണിന്നും. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഹരിതകർമ്മസേനയായാലും ക്ലീനിങ്ങിലായാലും എന്താ പറയുക, മോതിരം കളഞ്ഞ് കിട്ടി അത് തിരിച്ചേൽപ്പിച്ചു, അതല്ലെങ്കിൽ എന്താ പറയുക ഇന്ന കാര്യം ചെയ്തു. അവിടെ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് കുറേയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു. എങ്കിൽ കൂടി ഈ നമ്മുടെ തെരുവുകളുടെ ക്ലീനിങ്ങിൻ്റെ അവസ്ഥ, നമ്മുടെ പൊതു ഉപയോഗത്തിനുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ഒത്തിരി പ്രശ്നമുള്ള കാര്യമാണ്. കാരണം 140 കോടി ജനങ്ങളുണ്ട്. അവരെ നമ്മുടെ എല്ലാം ഏതാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുമാതിരി എല്ലാ വസ്തുക്കളും വേസ്റ്റായി തന്നെ മാറുകയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് ഏത് സർക്കാരിനെ കൊണ്ട് നടത്താൻ വലിയ പ്രയാസം തന്നെയാണ്. നമുക്ക് നാടകത്തിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊരു ആശയം ഒരുപക്ഷെ മലയാള സിനിമയിലോ മലയാള നാടകവേദിയിലോ എന്നല്ല, ഇന്ത്യൻ സിനിമയിലോ ഇന്ത്യൻ നാടകവേദിയിലോ തന്നെ ഇത് ചർച്ചയാക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊരു മഹത്തായ വിഷയമാണ് ഈ നാടകത്തിൻ്റെ രചയിതാവായ ശ്രീ വേണു വെങ്കട്ടിക്കൽ. അദ്ദേഹം നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ഗുരുപൂജ
അവാർഡ് മേടിച്ച ആളാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 30 വർഷത്തോളം നാടകത്തിലെ എല്ലാ ചേരുവകളെയും എല്ലാ മേഖലകളെക്കുറിച്ചും വളരെ വ്യക്തമായ കൃത്യമായ അറിവുള്ള ഒരു സംവിധായകനാണ് ഈ നാടകത്തിൻ്റെ പിന്നിൽ. അതാണ് ഈ നാടകത്തിൻ്റെ ചാലകശക്തിയും. ശ്രീ കാർത്തികേയൻ വലപ്പാട്. നല്ല നാടകമാണ്. പ്രൊഫഷണൽ നാടകവേദിയിൽ എൻ്റെ രണ്ടാമത്തെ നാടകമാണിത്. ഇതിനു മുമ്പ് ഒരുപാട് നാടക സമിതികളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഒരു 10-15 ദിവസം റിഹേഴ്സൽ കഴിയുമ്പോഴത്തേന് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കിനി എന്നെ ഒഴിവാക്കിയതാണ് എന്നൊരു ഇതായിരുന്നു. പക്ഷേ പിന്നീടാണ് ഒരു നിർമ്മാതാവിൻ്റെ ദുഃഖം എന്താണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ആ നാടകങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരുപാട് സമിതികളിൽ പോയിട്ടുണ്ട്. 10 ദിവസത്തെ 15 ദിവസത്തെ റിഹേഴ്സൽ കഴിയുമ്പോൾ ഒരു നമ്മളെ ഇതാക്കുക. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചത് നമ്മളിനി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ പിന്നീടാണ് നമ്മൾ തിരക്കുമ്പോഴറിയുന്ന ആ നാടകം ഇറങ്ങിയിട്ടില്ല. നിർമ്മാതാവ് അതുപോലുള്ള ബുദ്ധിമുട്ടിലായിരിക്കും. ഈ നാടകം എന്ന് പറയുമ്പോഴേ ടെലിവിഷൻ രംഗത്തും ഉണ്ടായിരുന്ന ആളല്ലേ? ടെലിവിഷൻ രംഗത്ത് ക്യാമറയ്ക്ക് പിന്നിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും. ക്യാമറമാനായിരുന്നു. ക്യാമറമാനിവിടെ ഇപ്പോഴും ജീവിതമാർഗം ക്യാമറയാണ്. മുരളി ചത്തിയറ എനിക്കറിയാവുന്നത് മിമിക്രി ആർട്ടിസ്റ്റായിട്ടും മേക്കപ്പ് മാനായിട്ടൊക്കെയാണ്. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ സെറ്റിൻ്റെ പൂർണ്ണ ചുമതലയാണ്. നാടകത്തിലെല്ലാം ചെയ്യുമല്ലേ? നാടകം എന്നുള്ളതല്ല, ആദ്യം നമ്മളൊരു കലാ കുടുംബമാണല്ലോ എൻ്റെ ഇത്. പിന്നെ ഈ രംഗത്ത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും നേടിയിട്ടില്ല. കാരണം നമ്മളൊരു 12 കുഴി ചവിട്ടിയാൽ ആ 12 കുഴിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഒരു കുഴി ചവിട്ടിയാൽ നമുക്ക് അവിടെ കുഴിച്ച് താഴോട്ടി നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു കിണർ വെട്ടുകയാണെങ്കിൽ അത് തന്നെ. കാരണം എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ക്ഷേത്ര പരിസരത്തൂടെ ഇങ്ങനെ ഒരു വണ്ടി പോവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് തബല വായിക്കുന്ന കാണാം. വേറെ നാടൻ പാട്ടിൻ്റെ കൂടെ തകല് വായിക്കുന്ന കാണാം. പിന്നെ അങ്ങോട്ട് പോകുമ്പം ഒരിടത്ത് കുരങ്ങനെയും പാമ്പിനെയും ചേരയൊക്കെ ഉണ്ടാക്കി നാടകക്കാർക്ക് ഡാൻസുകാർക്ക് കൊടുക്കുന്ന കാണാം. പിന്നെ അത്യാവശ്യം പ്രൊഫഷണൽ നാടകത്തിലൊക്കെ അറിയപ്പെടാതെ രഹസ്യമായിട്ടൊക്കെ കളിച്ച ഒരാളാണ്. മിമിക്രിയിൽ ഫിഗറൊക്കെ ചെയ്യുമായിരുന്നല്ലോ അല്ലേ? മിമിക്രിയിൽ അങ്ങനെ ഞാൻ കലാഭവൻ, അതായത് ശശാങ്കൻ മയ്യനാട് എൻ്റെ പിന്നെ അടുത്ത സുഹൃത്താണ്. സുദർശന മുഖത്തല നല്ല അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെയാണ്. അവരൊരു പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ വീട്ടിൽ വെച്ച് നമുക്കൊരു സമിതി ഉണ്ടാക്കണം. അങ്ങനെ കലാഭവൻ, തിരുവനന്തപുരം കലാഭവൻ എന്നുള്ള മിമിക്സ് ട്രൂപ്പ് ഇറക്കി. അത് 1 ഹിറ്റായിട്ട് ഓടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഈ എല്ലാവരും മിമിക്രിക്കാരൊക്കെ വന്ന് മമ്മൂട്ടി കാണിക്കുന്നു, കണ്ണാടി വെച്ച് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി സാധനം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ വാറുണ്ണി എന്ന് പറഞ്ഞ ഒരു മൃഗയ വേഷം അങ്ങനെ എനിക്കത് തോന്നി. അത് ചെയ്തു. അത് 1 ഹിറ്റായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൽ നെൽസൻ്റെ കൂടെ VIP കൂടെ ഞാൻ എന്നെ നോബി വിളിക്കുന്നു. നോബി വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടാ ഇങ്ങനൊരു വിഷയമുണ്ട്, ഇന്ന് വരുമെന്ന് വെച്ചാൽ അങ്ങനെ പോയി. അത് അവിടെ കളിച്ചു. പിന്നെ തീർത്ത് അവിടെ അങ്ങോട്ട് ഇങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ട് കയറി അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് വളരെ തിരക്കായതുകൊണ്ട് നാട്ടിലെ നാടകത്തിൻ്റെയും നൃത്ത നാടകത്തിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ തിരക്കാതിൻ്റെ പേരിൽ അവിടെ നിന്നില്ല. പിന്നെ ബിനു അടിമാലി അവരുടെ കൂടെയൊക്കെ ഫ്ലവേഴ്സിലൊക്കെ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. നാടകത്തിൽ എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? നാടകത്തിൽ ഒരു കാക്കയാണ്, നഗരക്കാക്കകളിലൊരു കാക്ക. അതാണ് എൻ്റെ കഥാപാത്രം. കാക്കയാണ് മെയിൻ. നാടകരംഗത്ത് എത്ര വർഷമായി? നാടകരംഗത്ത് ഒരു 8-10 വർഷമായി. പിന്നെ കോവിഡിന് മുമ്പൊക്കെ ഒരു സമിതി കളിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം ഒരു സമിതി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം മുതലേ നാടകങ്ങളുണ്ട്. ഏതാണ്ട് 3-4 ക്ലാസ് മുതൽ സ്കൂളിൽ, പിന്നെ അന്നത്തെ കാലത്ത് ബാലതാരമായിട്ടും ഒക്കെ. പിന്നെ മെയിനായിട്ട് ഞാൻ പെയിൻറ്റിങ് പണിയാണ്. അതിനിടയ്ക്കാണ് ഈ നാടക പരിപാടി. അതായത് സാധാരണ കൂലിപ്പണി ചെയ്യുന്നതിൻ്റെ കൂടെ കലാരംഗത്തും നിലനിർത്തുന്നു. അതെ. അതിഷ്ടമാണ്. നാടകത്തിനുള്ള ഒരു താല്പര്യമാണ്. അതാണ് നമുക്ക് കൂടുതലും ഇഷ്ടം തോന്നുന്നത്. കാരണം സാധാരണ ജോലികൾ ചെയ്യുന്നതോടൊപ്പം കലാരംഗത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നഗരക്കാക്കകളുടെ ഭാഗമായത് എങ്ങനെയാണ്? നഗരക്കാക്കകളുടെ ഭാഗമായത് ഞാൻ ഈ വേദിയിലേക്ക് 2ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ നേരത്തെ ഒരു സമിതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇടക്കാലം കൊണ്ടത് ലോസായിപ്പോയി. പിന്നെ ഞാൻ നാടകം എന്ന ഈ കലാരൂപത്തിലേക്ക് ഇറങ്ങി വന്നത് എൻ്റെ ചിറ്റപ്പനാണ് മുരളി ചത്തിയറ. അദ്ദേഹമാണ് എന്നെ ഈ അടൂർ മാനസയ്ക്ക് പരിചയപ്പെടുത്തിയതും. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്കതിനകത്ത് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയതാണ്. ഞാൻ പഠിക്കുകയാണ് നാടകം എന്താണ്, അത് എങ്ങനെ അഭിനയിക്കാം, പ്രേക്ഷകരുടെ മുന്നിലേക്ക് എങ്ങനെ അത് അഭിനയിച്ച് പൊലിപ്പിക്കാൻ പഠിക്കുകയാണ്. നല്ല രീതി എന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുന്നുണ്ട്. ഇത് അടൂരാണ്. അടൂരിൻ്റെ മണ്ണിൽ നിന്ന് ഒരുപാട് നാടകത്തിലൂടെ വന്ന സിനിമയിലെത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഉണ്ട്.
ഇപ്പോൾ അടൂർ പങ്കജമായാലും അടൂർ ഭവാനി ആയാലും ഇവരൊക്കെ ഇവിടുന്ന് വന്നവരാണ്. അതെ. ഇപ്പോൾ കൊട്ടാരക്കര തൊട്ടടുത്താണ്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മണ്ണാണ്. ഇവരെല്ലാം നാടകത്തിൽ നിന്ന് വന്നത്. സായികുമാർ അടക്കമുള്ളവർ നാടകത്തിൽ നിന്ന് വന്നവരാണ്. എന്താണ് ആഗ്രഹം? നാടകത്തിൽ എന്താവണമെന്നാണ്, സിനിമയിൽ എന്താവണമെന്നാണ്, എന്താണ് മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയാം? എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പേര് ശോഭ സുരേഷ് നൂർനാടെന്നാണ്. ഞാൻ ഈ അഭിനയം എനിക്ക് കൊച്ചിലേ മുതലേ ഉള്ളൊരു ഇഷ്ടമാണ്. സ്കൂൾ തലങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കൂടെ വന്ന എൻ്റെ എൻ്റെ ഭർത്താവ് സുരേഷ് ആണ് എന്നെ ഇതിനെല്ലാം പിന്തുണച്ച് എന്നെ വേദിയിലേക്ക് ഇറക്കാൻ സഹായിച്ചത്. അത് ഏറ്റവും നല്ല. പിന്നെ എനിക്ക് അഭിനയത്തിൽ നല്ലൊരു മികച്ച കഥാപാത്രമായി തീരണമെന്ന് നല്ല ആഗ്രഹങ്ങളുണ്ട്. മികച്ച കഥാപാത്രം ചെയ്ത് നല്ലൊരു അഭിനേത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട്. അഭിനേത്രിയാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ നടക്കട്ടെ, നാടകം അടിപൊളിയാവട്ടെ. ഓക്കെ. ഒരു നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. ഞാൻ അടൂരുള്ളതാണ്. ഞാൻ അടൂർ മടർലൈ സൗണ്ട്സിൻ്റെ ഓപ്പറേറ്ററാണ്. അവിടെ സൗണ്ട് ചെയ്യുന്നു, ലൈറ്റ് ചെയ്യുന്നു, ഇലക്ട്രീഷ്യനാണ്. ഈ നാടകത്തിൽ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞാൻ അടൂർ വിശ്വകല എന്ന് പറയുന്ന സമിതിയിലുണ്ട്. ഞാൻ ഉണ്ട്. അതിനകത്ത് ജീവൻ കണ്ണൂർ, സുന്ദരൻ കല്ലായി അവരുടെ ഞാൻ ലൈറ്റും സൗണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നാടകത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ലൈറ്റ്, സൗണ്ട്. ഈ ഇരിക്കുന്ന ആളൊന്ന് ഉറങ്ങിപ്പോയാൽ, ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധ പോയാൽ നാടകം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയല്ലേ? പോകുമ്പോൾ